തമിഴ്നാട്ടിൽ സിപിഎം പിന്തുണയോടുകൂടി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന വിജയ് സൂക്ഷിക്കേണ്ടത് ഈ സഖാക്കന്മാരെ തന്നെയാണ്. വിജയ്ക്ക് ചില മുന്നറിയിപ്പുകളുമായി ജിതിൻ കെ ജേക്കബിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന വിജയുടെ അവസ്ഥ. ആ അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം ഈ പോസ്റ്റിലുടനീളം വിവരിച്ചിരിക്കുന്നത്. നാളെ ഇവറ്റകൾ വിജയിയെ പിന്നിൽ നിന്ന് കുത്തി വീണ്ടും സ്റ്റാലിന്റെ വീടിന്റെ മുന്നിൽ പോയി സീറ്റിന് വേണ്ടി കുനിഞ്ഞു നിൽക്കില്ല എന്ന് ആര് കണ്ടു? ഉളുപ്പുണ്ടോ കമ്മ്യൂണിസ്റ്റ് നാറികളെ നിനക്കൊക്കെ? ഒരു വശത്ത് ജനാധിപത്യ മൂല്യങ്ങൾ തള്ളും, എന്നിട്ട് ഉളുപ്പില്ലാതെ അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ മറുകണ്ഠം ചാടും. ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരു പഞ്ചായത്തിൽ പോലും ജയിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് തമിഴ്നാട്ടിൽ കഴിയില്ല. DMKയുടെ കാല് തിരുമ്മി എല്ലാ തവണയും ഈ 2 പാർലമെന്റ് സീറ്റും 3-4 നിയമസഭാ സീറ്റും ഒപ്പിക്കും. പ്രചരണം നടത്തുന്നതും ആളെ കൂട്ടുന്നതും പണം മുടക്കുന്നതും എല്ലാം DMK. തമിഴ്നാട്ടിൽ വിജയന്റെ വിജയം അവിടെയുള്ള ജനങ്ങൾ വളരെ നല്ല രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ ആഗ്രഹിച്ച ഒരു വിജയം തന്നെയാണ് ഉണ്ടായത്. സ്റ്റാലിനെ പുറത്താക്കണം എന്നതായിരുന്നു തമിഴ് ജനത ആഗ്രഹിച്ചത്. അതനുസരിച്ച് അത് നടക്കുകയും ചെയ്തു. ഇനി വിജയുടെ ഭരണം വരുമ്പോൾ അവർ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വിജയുടെ മുഖ്യമന്ത്രി പ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഗവർണർ അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ വിജയ്ക്ക് നൽകിയിരുന്നു. എല്ലാം ഇങ്ങനെ നടക്കുന്നതിനിടയിലാണ് വിജയ്ക്ക് പിന്തുണയുമായി സഖാക്കന്മാർ മുന്നോട്ടെത്തിയത്. പക്ഷെ അതൊരു നല്ല സൈൻ അല്ല എന്ന് തന്നെയാണ് പലരും വിലയിരുത്തുന്നത്. ഒരിക്കലും ഈ സഖാക്കന്മാരെ വിശ്വസിക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഈ ഒരു സഖാക്കന്മാരുടെ നീക്കത്തിലൂടെ വിലയിരുത്തപ്പെടുന്നത്. സ്വയം ഒരു ജയം ഒരു സംസ്ഥാനത്തോ ഒരു പഞ്ചായത്തിൽ പോലുമോ ഉണ്ടാക്കാൻ പറ്റാത്തവരാണ് ഇത്തരത്തിൽ ഒരു അധികാരത്തിന്റെ ഒരു അപ്പകഷ്ണം കിട്ടാൻ വേണ്ടി വിജയുടെ പിന്നാലെ നടക്കുന്നത് എന്നത് സംസ്ഥാനത്ത് ഒന്നടങ്കം, കേരളത്തിൽ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി തുടരുകയാണ്. DMKയുടെ കാരുണ്യത്തിൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പാർലമെന്റിലും നിയമസഭയിലും പോയി ഞെളിഞ്ഞിരിക്കും. ഇക്കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവറ്റകൾക്ക് മത്സരിക്കാൻ 2-3 സീറ്റുകൾ DMK നൽകി. പതിവ് പോലെ ഇവറ്റകളെ ഇത്തവണയും ജയിപ്പിച്ചതും DMK തന്നെ. ജയിച്ചു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് നാറികൾ തനിക്കോണം കാണിച്ചു. കൂടെ വന്നാൽ എല്ലിൻ കഷ്ണം തരാം എന്ന് വിജയ് പറഞ്ഞപ്പോൾ നേരെ മറുകണ്ഠം ചാടി. സ്വന്തം കഴിവുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിച്ചിട്ട് മറുകണ്ഠം ചാടിയിരുന്നുവെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പറയാം. ഇതിപ്പോൾ DMKയുടെ കാരണങ്ങൾ കൊണ്ട് 2 സീറ്റിൽ ജയിച്ചിട്ട് അവരെ തന്നെ പിന്നിൽ നിന്ന് കുത്തി നാട്ടുകാരോട് കമ്മ്യൂണിസം തള്ളും. അതേസമയം സ്വന്തം വീട്ടിൽ ഈ ഭ്രാന്തൻ ആശയം ഇവറ്റകൾ കയറ്റില്ല. അതുപോലെ തന്നെയാണ് ഇവറ്റകളുടെ ജനാധിപത്യ പ്രസംഗവും. എന്തായാലും ഇവറ്റകളുടെ ഈ പിന്നിൽ നിന്നുള്ള കുത്തു കാരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് ഇവറ്റകൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും എന്നുറപ്പായി. ഇവറ്റകളെ നമ്പി സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന വിജയുടെ അവസ്ഥ. നാളെ ഇവറ്റകൾ വിജയെ പിന്നിൽ നിന്ന് കുത്തി വീണ്ടും സ്റ്റാലിന്റെ വീടിന്റെ മുന്നിൽ പോയി സീറ്റിനു വേണ്ടി കുനിഞ്ഞു നിൽക്കില്ല എന്നാര് കണ്ടു? അന്യന്റെ വിയർപ്പ് കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിച്ചിട്ട് മറുകണ്ഠം ചാടുന്ന പാർട്ടിയും നാട്ടുകാരോട് കമ്മ്യൂണിസം തള്ളിയിട്ട് സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസം കയറ്റാത്ത നേതാക്കന്മാരും ഉളുപ്പില്ലാത്ത വർഗം ഇത്രമാത്രം ശക്തമായ ഭാഷയിലൂടെ സഖാക്കന്മാരെ വിമർശിച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു അധികാരത്തിന്റെ ഒരല്പം കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേല കാണിച്ചും എന്ത് താണു നിന്ന് വേണമെങ്കിലും അത് കൈക്കലാക്കുമെന്നുള്ള സഖാക്കന്മാരുടെ പതിവ് ശൈലി തന്നെയാണ് ഇവിടെയും വ്യക്തമായിരിക്കുന്നത്. എന്തായാലും വിജയ് സൂക്ഷിച്ചാൽ വിജയിന് കൊള്ളാം എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഈ പോസ്റ്റിലുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാസ്.